ഒരു കിണർ കുഴിക്കാൻ പലയിടങ്ങളിൽ ഓരോ കുഴികൾ കുഴിച്ചാൽ മതിയാവും. ഒരിടത്ത് ആവർത്തിച്ച് കുഴിച്ചുകൊണ്ടേയിരിക്കണം. അത് താണ് പോകും. ഒടുവിൽ നമ്മൾ കിണറിലെ വെള്ളം കാണുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതുപോലെയാണ് ആധ്യാത്മിക അന്വേഷണവും. ജനിച്ച കാലം മുതൽ നമ്മളിങ്ങനെ ഒരുപാട് വഴികൾ പോകുന്നുണ്ട്. പഠിപ്പിച്ച സംസ്കാരം, പഠിപ്പിച്ച മതം, പഠിപ്പിച്ച സ്കൂളുകൾ, പഠിപ്പിച്ച ഗുരുക്കന്മാര്, പഠിപ്പിച്ച ട്രെയിനർമാര്, ഇവരുടെ ഒക്കെ വഴി നമ്മൾ പോകുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ആ വെള്ളം കാണാത്തത് എന്താണ്? ഞാനെന്ത് എന്നുള്ള ആധ്യാത്മിക ബോധത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? ജീവിതത്തിന്റെ പർപ്പസ് അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് ഒരിടത്ത് കുഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ആ ഒരിടത്ത് കുഴിക്കുക എന്ന് വെച്ചാൽ അവനവന്റെ അകത്ത്, അവനവന്റെ പ്രവർത്തന മണ്ഡലത്തിൽ കുഴിക്കണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അറിവിന്റെ പശ്ചാത്തലം ഉണ്ടാവണം. അതിനറിയേണ്ടത് ലോകത്തെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. നമുക്കറിയേണ്ടത് പ്രകൃതിയെ കുറിച്ചാണ്. എന്താണ് പ്രകൃതി, പ്രകൃതിയുടെ ഘടന എന്താണ്, അതിന്റെ വിന്യാസം എന്താണ്, പ്രവർത്തനം എന്താണെന്നുള്ളത്. ആ പ്രകൃതിയുടെ ഒരു ഭാഗമാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തെയും അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഉദ്ദേശ്യം മനസ്സിലാവും. ജീവിതത്തെ ഈസിയായി കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതിനുവേണ്ടി നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ആ മാറ്റങ്ങൾ മനസ്സിന്റെ 6 തലങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവും. ഈ മനസ്സിലാക്കൽ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാക്കി അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ യാത്രയാണ് നമ്മളിവിടെ ആത്മയാനം എന്ന പേരിൽ, ആത്മത്തിന്റെ യാത്ര എന്ന പേരിൽ 2 ദിവസത്തെ പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ പരിപാടി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊരു അന്വേഷിയാണെങ്കിൽ നിങ്ങൾ വരിക തന്നെ ചെയ്യുക. 2 തവണ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കിട്ടിയോ? വരികയല്ലേ? അപ്പം സ്വാഗതം.